നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാ ദിവസവും നമ്മളുടെ പൂജ നടക്കുന്നതാണ്. ഈ പൂജയിൽ നമ്മളുടെ ശ്രോതാക്കൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പ്രാർത്ഥനയിൽ നിങ്ങളെയും ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജനനത്തീയതി എന്നിവ നമ്മളുടെ കമന്റിൽ രേഖപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. സമസപ്തക രാജയോഗം പിറന്നിരിക്കുകയാണ്. ഐശ്വര്യദേവതയുടെ കടാക്ഷത്തില് 9 നക്ഷത്രക്കാർക്ക്, അതായത് 3 രാശിക്കാർക്കാണ് കഷ്ടകാലത്തിന് അറുതി വരുന്നത്. ഗ്രഹങ്ങളുടെ അധിപനായ സൂര്യൻ മകരം രാശിയിൽ സംക്രമിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. സൂര്യന്റെ പ്രധാന രാശി മാറ്റങ്ങളിൽ ഏറ്റവും സുപ്രധാന രാശി മാറ്റമാണ് മകരസംക്രാന്തി എന്ന് ഏവർക്കും അറിയാമല്ലോ. ഈ രാശിമാറ്റത്തോടെയാണ് ഉത്തരായനം ആരംഭിക്കുന്നത്. ഉത്തരായന കാലത്ത് ദേവന്മാർ ഉണർന്നിരിക്കുന്നു എന്നും ഭൂമിയിൽ സമ്പൽ സമൃദ്ധിക്ക് അനുകൂലമായിട്ടുള്ള സമയം വന്നു ചേരുന്നു എന്നുമാണ് നമ്മളുടെ വേദജ്യോതിഷ പ്രകാരമുള്ള വിശ്വാസം. ജനുവരി 14 രാവിലെ 8:41 സൂര്യൻ മകരം രാശിയിലേക്ക് സംക്രമിച്ചത്. എന്നാൽ ജനുവരി 21 മുതലാണ് ഇതിന്റെ ഫലങ്ങള് കണ്ടു തുടങ്ങുന്നത്. ഇനിയുമുള്ള ഒരു മാസക്കാലം മകരം രാശിയിൽ ആയിരിക്കും സൂര്യന്റെ സഞ്ചാരം നടക്കുന്നത്. ഗ്രഹങ്ങളുടെ സേനാപതിയായിട്ടുള്ള ചൊവ്വ ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് കർക്കിടകം രാശിയിലാണ്. സൂര്യന്റെ രാശിമാറ്റത്തോടെ ചൊവ്വയും സൂര്യനും പരസ്പരം 7ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അത് ജനുവരി 21 മുതൽ ബലപ്പെടുകയാണ്. ഇങ്ങനെയാണ് സമസപ്തക രാജയോഗം രൂപപ്പെട്ടത്. ഈ സമസപ്തക രാജയോഗത്തിലൂടെ 9 നക്ഷത്രക്കാർക്ക് സമ്പൽ സമൃദ്ധിയുടെ നാളുകളാണ്. എന്നാൽ ഇത് വിനയായി തീരുന്ന രാശികളുമുണ്ട്. ഈ സൂര്യനും ചൊവ്വയും ചേർന്ന് സൃഷ്ടിക്കുന്ന സമസപ്തക രാജയോഗം ആർക്കൊക്കെയാണ് ഗുണം ചെയ്യുക എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഉത്രം 1/4 ഭാഗവും അത്തവും ചിത്തിര അരഭാഗവും അടങ്ങുന്ന കന്നി രാശിക്കാർക്ക് ഈ രാജയോഗത്തിന്റെ പ്രയോജനങ്ങൾ ലഭിക്കുന്നതാണ്. ഈ രാശിയിൽ ജനിച്ച ആളുകൾക്ക് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും വിജയം നേടാൻ കഴിയുന്നതാണ്. ഇവരില് ആത്മവിശ്വാസം വളരെ അധികം വർദ്ധിക്കുന്നതാണ്. ഏത് കാര്യവും ധൈര്യത്തോടെ ചെയ്യുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ്. അതിൽ വിജയവും ഇവർ നേടുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രയും നാളും ചെയ്ത അധ്വാനമൊന്നും വെറുതെയാകാൻ പോകുന്നില്ല. ഈ രാജയോഗം സംഭവിച്ചതോടെ ഇതിനെല്ലാം അർഹിക്കുന്ന ഒരു പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പാരമ്പര്യമായിട്ടുള്ള സ്വത്തും അർഹിക്കുന്ന ധനവും എല്ലാം നിങ്ങളുടെ കയ്യിലേക്ക് വന്നു ചേരുന്നതാണ്. ധനത്തിന് യാതൊരു ബുദ്ധിമുട്ടും നിങ്ങൾക്കുണ്ടാവുന്നതല്ല. വരുമാനത്തിലൊക്കെ നല്ല വർധനവുണ്ടാവും. അതോടൊപ്പം തന്നെ ചിലവ് കുറയുന്നു എന്നുള്ളതും നിങ്ങളെ സംബന്ധിച്ച് വളരെ വലിയൊരു കാര്യമാണ്. സമ്പാദ്യത്തിന്റെ വരവ് പല വഴികളിൽ നിന്നാകുന്നുണ്ട്. ഈ സമയം എന്ത് ചെയ്താലും വളരെയധികം വിജയിക്കുന്നതാണ്. ഇങ്ങനെ ഉണ്ടാവണമെങ്കിൽ പ്രാർത്ഥനയോടെ മുമ്പോട്ട് പോകണം. സഹജീവികളോട് കരുണയോടെ മുന്നോട്ട് പോകുക. അടുത്തായിട്ട് ഈ ഭാഗ്യം വന്നിരിക്കുന്നത് വിശാഖം 1/4 ഭാഗവും അനിഴം തൃക്കേട്ട നക്ഷത്രക്കാർക്കുമാണ്. അതായത് വൃശ്ചികം രാശിയിൽപ്പെട്ട ആളുകൾക്കാണ്. ചൊവ്വയുടെയും സൂര്യന്റെയും ശുഭസ്ഥിതിയിലെ രൂപം കൊണ്ട സമസപ്തക രാജയോഗം ജീവിതത്തിലെ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളാണ് നിങ്ങൾക്ക് കൊണ്ടുവന്നു തരുന്നത്. ബുദ്ധിമുട്ടുകളെല്ലാം അകലുന്നുണ്ട്. പരിശ്രമങ്ങൾക്കെല്ലാം വിജയം ഉണ്ടാവുന്നതാണ്. നിങ്ങൾക്ക് കഴിയില്ല എന്ന് കരുതിയ കാര്യങ്ങൾ പോലും ഭാഗ്യം തുണച്ചുകൊണ്ട് നിങ്ങൾക്കത് നേടിയെടുക്കാൻ കഴിയുന്നതാണ്. ധാർമ്മിക കാര്യങ്ങളിലും മതപരമായ വിശ്വാസങ്ങളിലും ആചാരങ്ങളിലുമെല്ലാം നിങ്ങൾ പങ്കെടുക്കുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം ഇനിയും മനഃശാന്തിയും സമാധാനവും എല്ലാം ഉണ്ടാവുന്നതാണ്. ഉദ്യോഗസ്ഥരായ ആളുകൾക്ക് ജോലിയിൽ വലിയ വലിയ ഉത്തരവാദിത്തങ്ങൾ വന്ന് വലിയ ഉന്നത പദവികളിലേക്ക് നിങ്ങൾ പോകുന്നതാണ്. നിങ്ങൾ ചെയ്യുന്ന ഓരോ ചെറിയ കാര്യങ്ങൾക്കും അതിന്റെ 100 ഇരട്ടി ഫലം ഉണ്ടാവുന്നതാണ്. ഇത് മനസ്സിന് തൃപ്തിയും സമാധാനവും നൽകുന്ന ഒരു കാര്യമായി നിങ്ങൾക്ക് മാറും. ബിസിനസ്സിൽ വൻ നേട്ടങ്ങൾ കൊയ്യുവാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ്. സാമ്പത്തികമായിട്ടുള്ള നില
വളരെയധികം അഭിവൃദ്ധിപ്പെടുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് വളരെ നല്ല ഒരു സമയമാണ് ഈ രാജയോഗം കൊണ്ടുവന്ന് തരുന്നത്. എല്ലാ വിധത്തിലുള്ള വിജയങ്ങളും നിങ്ങളെ തേടിയെത്തുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ യാത്രകളെല്ലാം വിജയമായി മാറുന്ന ഒരു സമയമാണ്. ദാമ്പത്യ ജീവിതവും പ്രണയ ജീവിതവും എല്ലാം കൂടുതൽ സുന്ദരമാവുന്നതാണ്. വിവാഹം നടക്കാത്തവരുടെയൊക്കെ വിവാഹം നടക്കുന്ന ഒരു സമയമാണ്. ഇതെല്ലാം ഉണ്ടാവാനായിട്ട് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക, സഹജീവികളോട് കരുണയോടെ പെരുമാറുക. അടുത്തതായിട്ട് ഈ ഭാഗ്യം വന്നിരിക്കുന്നത് മൂലം, പൂരാടം, ഉത്രാടം കാൽഭാഗം അടങ്ങുന്ന ധനു രാശിയിൽ ജനിച്ച ആളുകൾക്കാണ്. ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ചുകൊണ്ടിരുന്ന പ്രയാസങ്ങളെല്ലാം തീർന്ന് സന്തോഷവും സമാധാനവും വന്നെത്തുന്നതാണ്. കരിയറിൽ നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടവും സാമ്പത്തിക ലാഭവും എല്ലാം ഉണ്ടാവുന്നുണ്ട്. പുതിയ പുതിയ അവസരങ്ങൾ നിങ്ങളുടെ മുന്നിൽ തെളിഞ്ഞു വരുന്നതാണ്. നിങ്ങളുടെ ബിസിനസ്സിൽ നിന്ന് വൻ നേട്ടങ്ങൾ നിങ്ങൾക്കുണ്ടാവുന്നതാണ്. സാമ്പത്തിക ലാഭത്തിനായിട്ട് പുതിയ പല ആശയങ്ങളും പദ്ധതികളും എല്ലാം നിങ്ങൾ നടപ്പാക്കുന്നുണ്ട്. അതെല്ലാം വിജയിക്കുകയും ചെയ്യുന്നതാണ്. കുടുംബത്തില് സമാധാനപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിച്ച് നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ കഴിയും. മുൻപുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം മാറി കുടുംബത്ത് വളരെയധികം സന്തോഷമുണ്ടാവുന്നതാണ്. കൂടാതെ ലോട്ടറി ഭാഗ്യമൊക്കെ ഉണ്ടാവുന്നതാണ്. ഷെയർ മാർക്കറ്റിങ്ങിലൊക്കെ ഇപ്പോൾ പണമിറക്കിയവർക്കൊക്കെ അത് ലാഭത്തോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ ആരോഗ്യം വളരെ തൃപ്തികരമായിരിക്കും. നിങ്ങളുടെ വരുമാനത്തിലൊക്കെ ഗണ്യമായ വർധനവുണ്ടാവും. പക്ഷെങ്കിൽ അത് നോക്കി കൈകാര്യം ചെയ്യേണ്ട ഒരു സമയമാണ്. ഒരുപാട് പണം വരുന്നത് കൊണ്ട് തന്നെ ധാരാളിത്തം കാണിച്ചു കഴിഞ്ഞാൽ ആ പണം നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ഉതകാതെ പോകും. അതുകൊണ്ട് താൻ പാതി ദൈവം പാതി എന്ന വാക്യം മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ദൈവം കാണിച്ചു തരുന്ന വഴികളിലൂടെ പണസമ്പാദനം ചെയ്തതിന് ശേഷം അത് സ്വരുക്കൂട്ടി വയ്ക്കുവാനും നിങ്ങൾ ശ്രമിക്കേണ്ടതാണ്. ഇങ്ങനെയുള്ള ഭാഗ്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരണമെന്നുണ്ടെങ്കിൽ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകുക. അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വീഡിയോകൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.